നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വേട്ടയാടുന്നെന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. നാളെ രാജ്യവ്യാപകമായി ഇഡി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിക്കും. ശരത് ലാൽ ചേരുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട്. ശരത് ലാൽ, കുറെ കാലമായി ഈ ഒരു നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം പ്രതിക്കൂട്ടിലാണ്, പ്രതിപട്ടികയിലാണ്. അതിലാണ് ഇപ്പോൾ ഒരു ആരോപണം അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. ഏത് രീതിയിലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത് കോൺഗ്രസ്? കോൺഗ്രസ് രാജ്യവ്യാപകമായി ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്ന ഒരു ആരോപണം ഉയർത്തിയാണ് എല്ലാ ഇ ഡി ഓഫീസുകളും രാജ്യവ്യാപകമായ ഇപ്പൊ കേരളത്തിലാണ് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക്, ചെന്നൈയിലേക്ക്, ഇത്തരത്തിലുള്ള ഇ ഡി ഓഫീസുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരോട് മാർച്ച് ചെയ്യാൻ വേണ്ടി ആഹ്വാനം നൽകിയിരിക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയാണ് ഈ ആഹ്വാനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസെന്നും ഗാന്ധി കുടുംബത്തെ വേട്ടയാടലാണ് ഇതിന്റെ പിന്നിലെന്നും ആവർത്തിച്ചാണ് കോൺഗ്രസ് ഇത്തരമൊരു നീക്കത്തിന് മുതിരുന്നത്. ഏതായാലും ഇ ഡിയുടെ കേസിൽ രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 25-ന് കേസ് പരിഗണിക്കുകയാണ്, കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയാണ്. ആ കുറ്റപത്രം 25 റോസ് അവന്യൂ കോടതിയിൽ വായിച്ചു കേൾപ്പിക്കുമ്പോൾ സോണിയും രാഹുലും അതുപോലെ മോത്തിലാൽ വോറയും അടക്കമുള്ള സാമ്പിത്രോടെ അടക്കമുള്ള എല്ലാ പ്രതികളും ഹാജരാവേണ്ടതുണ്ട്. ആ ഒരു അവസരത്തിൽ ഇത്തരം ഒരു കുറ്റവാളികളെ പോലെ തങ്ങളെ പെരുമാറുന്നു. ഇത് രാഷ്ട്രീയപരമായി ബീഹാർ തെരഞ്ഞെടുപ്പിനും ആസാം തെരഞ്ഞെടുപ്പിനും ബംഗാൾ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായിട്ടുള്ള BJPയുടെ പ്രചരണമാണ്, നടപടിയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് തന്നെയാണ് അഭിഷേക് സാങ്വി BJPയുടെ കോൺഗ്രസിന്റെ ലീഗൽ സെൽ ഹെഡ് അദ്ദേഹം ജയറാം രമേശും ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് ഇഡിക്കുള്ള നോട്ടീസും ഇഡിയുടെ കുറ്റപത്രവും ഒക്കെ രാഷ്ട്രീയപരമായി തെരുവിൽ നേരിടാനാണ് ഇപ്പൊ കോൺഗ്രസിന്റെ തീരുമാനം. ശരി ശരത് ലാൽ, നാഷണൽ ഹെറാൾഡ് കേസിലാണ് ഇ ഡി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വേട്ടയാടുന്നു എന്ന് ആരോപിച്ച് പ്രതിഷേധം ശക്തമാക്കുന്നത് കോൺഗ്രസ്.